ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ പെരട്ടാണ്. നല്ല വെറൈറ്റി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ കോഴിയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, 2 മീഡിയം സൈസ് സവോള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും, ഒരു 10ഓളം വെള്ളുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സവോളയ്ക്ക് പകരം ചുവന്നുള്ളി എടുത്താലും മതി. ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് ചൂടായ എണ്ണയിൽ പൊടികളൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എണ്ണയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയിൽ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. ഇപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇനി അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ചിക്കൻ 1/2 കിലോ ആയതുകൊണ്ടാണ്, കൂടുതലുണ്ടെങ്കിൽ ചിക്കനിൽ വെള്ളം തന്നെ മതിയാവും. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾക്കൊന്ന് തുറന്ന് നോക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ചിക്കനിലുള്ള വെള്ളവും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 10 മിനിറ്റ് കൂടി അതേ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ 2 സവോള അരിഞ്ഞതും ഇഞ്ചിയും വെള്ളുള്ളിയും ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കറക്റ്റായി വരും. ഇതൊന്ന് ഒരുവിധം വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ചിക്കൻ പെരട്ടാണ്, അല്പം ഉള്ളിയൊക്കെ കാണണം. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അല്പം മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലയിലും അത് എരിവൊക്കെ നന്നായി പിടിച്ചോളും. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് ചിക്കൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയതാ, ചിക്കനൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നതിന് ശേഷം അല്പം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ശരിക്കും ഒന്ന് വറ്റിച്ച് നമ്മൾ പുരട്ടിയെടുക്കണം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അറിയാലോ, അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നതിന് ശേഷം നല്ലതുപോലെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടി അതൊന്ന് നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ആ പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ മുറി നാരങ്ങ പിഴിഞ്ഞതും കൂടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മസാലക്കുത്തലൊക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒരല്പം ഓയിൽ കൂടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് ഒരു കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് കൊടുത്താൽ നമ്മളെ സൂപ്പർ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി ചിക്കൻ പെരട്ടാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചപ്പാത്തിയാണുള്ളത്. അതായത് എണ്ണയൊന്നും ചേർക്കാതെ ചപ്പാത്തിയാണ്. അതിൻ്റെ കൂടെ ഈ ചിക്കൻ പെരട്ടും കൂടിയ സൂപ്പറായില്ലേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.